നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഭൂരിപക്ഷം ഇത്തവണ UDFന് ലഭിക്കും. 10 വർഷത്തെ ഇടതുപക്ഷ ദുർഭരണം അവസാനിപ്പിക്കാനും കേരളത്തിൽ UDF ഭരണത്തിനുമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോകുകയാണ്. നല്ല പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65-ൽ ഉണ്ടായ ഈ നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെന്റ് അല്ല പറയുന്ന, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. പത്തനംതിട്ട അടൂരിൽ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീനാദേവി വോട്ട് ചെയ്യുന്നത് തടയാനെത്തി CPM പ്രവർത്തകർ. അതിനു മുൻപ് തന്നെ ഷീനാദേവി വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ഷീനാദേവി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രേഖയായി നൽകിയ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. ഇത്തവണയും തൊടുപുഴയിൽ UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് PJ ജോസഫ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാവും. ജനാധിപത്യത്തിന്റെ വലിയ വിജയമായിരിക്കും ഇത്. ഐക്യജനാധിപത്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തൊഴിൽ നല്ല ഭൂരിപക്ഷത്തിന് ജോൺ ജോസഫ് ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ എത്തിയെടുത്തില്ല. BJPയിൽ ചേർന്നതോടെ താൻ ഈശ്വരവിശ്വാസിയായി മാറിയെന്ന് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. ഇനി ഈശ്വരവിശ്വാസത്തോടെയുള്ള പ്രവർത്തനത്തിൽ മാത്രമേ എന്തെങ്കിലും ഗുണമുണ്ടാകൂ. താൻ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. വളരെ സന്തോഷകരമായ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. അതിനൊരു പ്രത്യേകത, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിലുള്ളവരല്ല, പല മണ്ഡലത്തിൽ നിന്ന് ചേക്കേറി വന്ന് മത്സരിച്ചവരാണ്. എനിക്ക് അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ നോക്കിക്കാണുകയും വമ്പിച്ച ഭൂരിപക്ഷം എന്നെ വിജയിപ്പിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പൊ പലർക്കും മാനസിക തകരാറുണ്ട്, അതുപോലെ തന്നെ അടക്കന്മാർക്കടക്കമുണ്ട്. അവർക്കാണ് മാനസിക തകരാറ്. ജനങ്ങൾക്കൊന്നും അങ്ങനെ മാനസിക തകരാറുണ്ട്. ജനങ്ങൾ മുഴുവനും മനസ്സുകൊണ്ട് വളരെ പ്രതിഷേധത്തിലാണ് നിൽക്കുന്നത്. CPIയുടെ ചില താല്പര്യ കക്ഷികൾ ചെയ്തതാണ് വനികളെ മാറ്റി നിർത്തി അവർക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടുവന്ന്, അതുമാത്രമല്ല റിസർവേഷൻ നടത്തി. ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാണ്. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമായി മാറുമെന്നുള്ളതാണ് രാവിലത്തെ പോളിംഗുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളൊക്കെ ധാരാളമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു സാന്നിധ്യം തന്നെ ബോധ്യപ്പെടുത്തുന്നത് ഐക്യജനാധിപത്യ മുന്നണി ടീം UDF പറഞ്ഞ പോലെ തന്നെ 100 സീറ്റ് എങ്കിലും നേടുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഉറച്ച വിജയ പ്രതീക്ഷയുണ്ടെന്ന് തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ലിൻഡോ ജോസഫ്. പ്രചാരണത്തിന് ദിവസങ്ങൾ കുറഞ്ഞത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും മണ്ഡലത്തിലെ മുക്കും മൂലയും അറിയാമെന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെത്തിയാണ് ലിൻഡോ ജോസഫ് വോട്ട് രേഖപ്പെടുത്തിയത്. 100% വിജയം ഉറപ്പിച്ചുള്ള യാത്രയാണ് കഴിഞ്ഞ 23 ദിവസം നടന്നത്. MLA ആയിരുന്നുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ നേരത്തെ ഇടപെടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഈ ദിവസം കുറഞ്ഞത് നമ്മളെ ബാധിച്ചിട്ടില്ല. ഏറ്റവും നല്ല നിലയിലുള്ള റെസ്പോൺസ് ഉണ്ട് എന്നതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ചില മണ്ഡലത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്കൂള്, ആ സ്കൂളിൽ കാണുന്ന കെട്ടിടം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് MLA ഫണ്ടിൽ നിർമ്മിച്ചതാണ്, നമ്മുടെ ഗ്രൗണ്ട് ഉൾപ്പെടെ. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഉണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു നേട്ടമായി, വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന നേട്ടമായി മാറും. എന്താ പറയുക, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ തിരുവമ്പാടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും.
സംസ്ഥാനത്ത് 100-ലധികം സീറ്റ് നേടി LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് MM മണി. ഇടുക്കിയിൽ 5 സീറ്റുകൾ നേടുമെന്നും മണി പറഞ്ഞു. കുഞ്ചിത്താണി 20 ഏക്കർ LP സ്കൂളിലെ ബൂത്തിലെത്തിയാണ് MM മണി വോട്ട് രേഖപ്പെടുത്തിയത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലോ. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലവും ഞങ്ങൾ ജയിക്കുമെന്നുള്ള തികഞ്ഞ വിശ്വാസമാണ്. 100-ലധികം സീറ്റെങ്കിലും സംസ്ഥാനത്ത് നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓരോ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അന്നേരത്തെ സാഹചര്യമുണ്ട്. മികച്ച വിജയം അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജില്ലയിലെ 5 സീറ്റും ജയിക്കും എന്ന 100% വിശ്വാസമാണ് ഞങ്ങൾ.